ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ലൈഫിൽ എന്തിനാണ് കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്നുള്ള റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പം കൂടുതലും നിങ്ങൾ ഈ ഒരു വീഡിയോ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുക. ഇതൊരു ഏഞ്ചൽ മെസ്സേജാണ്. അതായത് ഒരു ഏഞ്ചൽ ഗാർഡിയൻ മെസ്സേജ് അയച്ച് മാത്രം നിങ്ങളത് കൂട്ടിയാൽ മതി. എന്തിനാണ് ദൈവമേ ഞാൻ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്നുള്ളതല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്നുള്ളൊരു റീഡിംഗാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ വ്യക്തി ആരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏതൊരു വ്യക്തിയുമായിരിക്കാം, ആ വ്യക്തിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടിയത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. എന്തോ നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തി ക്രിയേറ്റ് ചെയ്യണം. ഒരു സോൾ കോൺട്രാക്റ്റ് ഒപ്പിട്ട് വന്ന പോലെയാണ്. അതായത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സോളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ പ്രതീക്ഷ കാണത്തില്ല, ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ വന്ന് ഇത്രത്തോളം ഒരു മാറ്റം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടാകും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവത്തില്ല. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിൽ പിന്നെ നിങ്ങൾ എന്താ പറയുക, ഒരു അമ്മയുടെ മടിയിൽ കിടക്കുന്ന കുഞ്ഞായിട്ട് മാറി എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ അബണ്ടൻസ് എല്ലാം ഈ വ്യക്തിയിലേക്ക് നിങ്ങൾ കൈമാറി എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതുകൊണ്ട് കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് ഇതുവരെ പ്രണയം എന്നുള്ള സംഭവം നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം നശിച്ച് നിങ്ങൾ പ്രണയം വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ലൈഫിൽ ട്രാജഡി ഉണ്ടായിട്ട് നിൽക്കുന്ന സമയം, നിങ്ങളുടെ ലൈഫിൽ എല്ലാം അവസാനിച്ച് ഒരു ഡെഡ് എൻഡിൽ നിൽക്കുന്ന സമയത്ത്, ആരടുത്തും ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആരടുത്തും നിങ്ങൾക്കൊരു താല്പര്യം ഇല്ലാതെ ഒരു ഡൗൺ ഫെയിലിയർ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എന്താ പറയുക, കരിയറിനോടൊരു താല്പര്യമില്ല, നിങ്ങൾക്ക് അബണ്ടൻസ് ഫിനാൻസ് വേണമെന്നില്ല, ജീവിതത്തിനോടൊരു അനുകമ്പ ഇല്ലാതെ പോയ സമയത്തായിരിക്കണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങൾക്ക് മദർലി എനർജി തന്നെയാണ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഭയങ്കര കംഫർട്ടായിരുന്നു. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് പുതിയൊരു ലോകം നിങ്ങൾ കണ്ടു. ഈ ഒരു ഭൂമിയിൽ തന്നെ നിങ്ങൾ പുതിയൊരു ലോകം കണ്ടു. നിങ്ങൾക്ക് പോയ പ്രണയം തിരിച്ചു കിട്ടാൻ തുടങ്ങി, നിങ്ങൾ പോയ വ്യക്തിയെ മറക്കാൻ വേണ്ടി തുടങ്ങി, പാസ്റ്റ് എല്ലാം നിങ്ങൾ ഭയങ്കരമായിട്ട് മറക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് ഈ വ്യക്തിയിൽ തന്നെ നിങ്ങളുടെ മനസ്സ് കൊടുത്ത്, ഈ വ്യക്തിയിൽ തന്നെ നിങ്ങൾ അഡിക്റ്റായി, ഈ വ്യക്തിയിൽ തന്നെ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തി ഏഞ്ചലായിരുന്നു, മാലാഖയായിരുന്നു, എന്താ പറയുക, നിങ്ങൾക്ക് അത്രത്തോളം അബണ്ടൻസ് തന്ന വ്യക്തിയായിരുന്നു, നിങ്ങൾ അത്രത്തോളം ഭയങ്കരമായിട്ടും ഈ വ്യക്തി നിങ്ങളെ കെയർ ചെയ്തു. എന്താ പറയുക, പെറ്റമ്മ പോയ സമയത്ത് ഒരു പോറ്റമ്മ വന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക്. ഏഞ്ചൽ കാർഡാണിത്, ഏഞ്ചൽ മെസ്സേജാണ് എന്നത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയ ആൾക്കാർ, പോയ സിറ്റുവേഷൻസൊക്കെ തിരിച്ച് നിങ്ങളടുത്ത് റിട്ടേൺ വന്ന സമയത്ത് നിങ്ങൾക്ക് അതിലോട്ടൊന്നും നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ച സിറ്റുവേഷൻസും, നിങ്ങൾ ഒരുപാട് ഡൗൺ ഫെയിലിയർ ആയിട്ട് സിറ്റുവേഷൻസും, നിങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സിറ്റുവേഷൻ വരെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾ അതിൽ നിന്നും മാറ്റി ഈ ഒരു വ്യക്തിയിലോട്ട് മാത്രം അഡിക്ഷൻ ആക്കി എന്നുള്ളതായിട്ടാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ ഭാര്യയാവാം, ഭർത്താവാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ് ആവാം, നിങ്ങളുടെ എക്സ്ട്രാ മെരിറ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ വന്ന ആൾക്കാരായിരിക്കാം. അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ടോട്ടലി മാറ്റി എന്നുള്ളതാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ ഒരു വ്യക്തി വന്നത് മൂലം
റീബർത്ത് ചെയ്യിപ്പിച്ചു, നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യിപ്പിച്ചു, പ്രണയിക്കാൻ പഠിപ്പിച്ചു. നിങ്ങളുടെ എന്താ പറയുക, ആൾക്കാരെങ്ങനത്തുള്ള ആൾക്കാരാണ്, ഈവൻ റീഡിങ് ഉൾപ്പെടെ നിങ്ങളുടെ അടുത്തോട്ട് വരാനുള്ള കാരണം ഈ ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോൾ കോൺട്രാക്റ്റ് ഒപ്പിട്ട് വന്ന വ്യക്തികളായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കൂടുതൽ അട്രാക്റ്റ് ആയത്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമായിരുന്നു, ഫീലിംഗ് സാഡായിട്ട് നിന്ന സമയത്ത് നെക്സ്റ്റ് അടുത്തത് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഡെഡ് എൻഡ് പീരീഡിൽ നിൽക്കുന്ന സമയത്ത്, ഈവൻ നിങ്ങളുടെ ഫാമിലി പോലും നിങ്ങളുടെ കൂടെ നിൽക്കാത്ത സമയത്ത് എവിടെ നിന്നാണ് ഞാനൊരു ഹോപ്പ് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ഞാനിനി എവിടെ നിന്നാണ് എൻ്റെ ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്, എവിടെ നിന്നാണ് ഞാനിനി അബണ്ടൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞൂടാത്ത സിറ്റുവേഷനിൽ നിങ്ങളുടെ കയ്യിൽ മേ ബി നല്ലൊരു പൊസിഷൻ ഉണ്ടായിരിക്കണം, ജീവൻ ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് എനർജി ഉണ്ടായിരിക്കണം, പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാനുള്ള താല്പര്യമില്ല, ഫുള്ളി ഡെഡായിട്ട് കിടക്കുന്ന സിറ്റുവേഷനിലായിരിക്കണം ഈ വ്യക്തി നിങ്ങളെ കോരിയെടുത്ത്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ടും ടേക്ക് കെയർ ചെയ്തതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പഴയ റിലേഷനും പഴയ സിറ്റുവേഷൻസും എല്ലാം ഹീൽ ചെയ്ത് കളഞ്ഞു. അതായത് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ഒരു ടൈം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ട്രാൻസ്ഫർമേഷൻ ചെയ്ത് നിങ്ങളെ അവേക്കനിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത്. അതായത് നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ട്രോമാസ്, ഒരുപാട് കാർമിക്ക്, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ്, ഇതൊക്കെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിനെല്ലാത്തും പുതിയൊരു ലൈഫ്, അല്ലെങ്കിൽ പുതിയൊരു പുതുജീവൻ തന്നു എന്നുള്ളത് തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് കരയുന്ന ഒരു കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടി വന്ന ഒരു അമ്മ, അത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു സെൻസിൽ നിങ്ങൾ എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന സമയത്ത് നിങ്ങളെ ചുറ്റുപാടുമുള്ള കരിഞ്ഞ ഇലകൾക്ക് പോലും ജീവൻ വെച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയി. നിങ്ങൾ പ്രപഞ്ചം കാണാൻ വേണ്ടി തുടങ്ങി, പലതിനും റിയലൈസേഷൻ വരാൻ വേണ്ടി തുടങ്ങി. ഞാൻ കണ്ടതല്ല, പലതിനും ഓരോരോ കാഴ്ചകളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങി. ഒരുപാട് ഇഷ്ടം, പ്രണയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങി. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരുപാട് റിയലൈസേഷൻ വരാൻ വേണ്ടി തുടങ്ങി, അവേക്കനിങ് ആവാൻ വേണ്ടി തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. പാസ്റ്റിൽ നിന്നുള്ള എല്ലാം വെറുതെ നിങ്ങൾക്കുണ്ടായിരുന്ന ട്രോമാസ് ആയിരുന്നു, അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നും ഉണ്ടായിരുന്നത് നിങ്ങളെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു ആക്ഷൻ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ആക്ടിങ് മാത്രമായിരുന്നു, ജെനുവിൻ ഇതായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്ന ഒരു ടൈമും ഉണ്ടായിരുന്നു കൂടെ. യൂണിവേഴ്സൽ എന്താണ്, ദൈവം എന്താണെന്നൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയൊരു സമയവും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നും കുറേയധികം ആൾക്കാർ പതുങ്ങി നിന്ന സിറ്റുവേഷൻസ്, ലൈഫിൽ നിന്നും പോയ ആൾക്കാർ റിട്ടേൺ വരാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിനൊന്നുള്ള ചാൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതായിട്ടും കാണാൻ പറ്റുന്നത്. അത് എക്സ്ട്രാ മെരിറ്റിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഒരുപാട് സിറ്റുവേഷൻസും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ ഒഴിവാക്കിയ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചു പോയ സിറ്റുവേഷൻസിലുള്ള ആൾക്കാരെല്ലാവരും നിങ്ങളുടെ അടുത്ത് റിട്ടേൺ വരാൻ വേണ്ടി തുടങ്ങി. അതായത് നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചു പോയ വ്യക്തികളെല്ലാം ഈ വ്യക്തി വന്ന സമയത്ത് നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ച് റിട്ടേൺ വരാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഈ വ്യക്തികൾ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ്, ഈ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ തുടങ്ങി. നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ച് റിട്ടേൺ വരിക, നിങ്ങൾ ഒരുപാട് ഭയങ്കരമായിട്ടും വലിയ ആളെപ്പോലെ കണ്ട് നിങ്ങളുടെ അടുത്തോട്ട് റിട്ടേൺ തിരിച്ചു വരിക എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടായി. പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം ടോട്ടലി വേണ്ട എന്ന് തന്നെ വിചാരിച്ച് ഈ വ്യക്തിയിൽ മാത്രം അഡിക്ഷനായി. അത് പല ആൾക്കാർക്കും വിഷമമായി, അത് പല ആൾക്കാർക്കും കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻ, അത് നിങ്ങളുടെ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങളൊരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ അത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ടും വരുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതലും സ്പിരിച്വൽ പരമായിട്ടുള്ള കണക്ഷൻ തന്നെയാണ്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു പൊസിഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റുന്നില്ല. ഒരു ടിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം, ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യത്തില്ലാത്ത ഒരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫീലിംഗ് ഹാപ്പിയാണ്, നിങ്ങൾക്ക് എന്താ പറയുക, ഇതേപോലത്തെ ഒരു എനർജി നിങ്ങൾ ഫീൽ ചെയ്തിട്ടില്ല. അത്രയും കംഫർട്ടായിരുന്നു, മനസ്സ് കൊടുത്ത് പ്രണയിക്കാൻ പറ്റിയൊരു വ്യക്തിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് പ്രകൃതിയുടെ ഓരോ മൂവ്മെൻറ്റ് പോലും അറിയാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ട് ആ വ്യക്തി നിങ്ങളെ കൊണ്ട് നടന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു, ഒരുപാട് എക്സ്പീരിയൻസിലോട്ട് നിങ്ങളെ കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ക്രിയേറ്റ് ചെയ്തു, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി തന്നു, നിങ്ങളെ ക്രിയേറ്റ് ചെയ്തു തന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് അബണ്ടൻസ് നിങ്ങൾക്ക് തന്നു. അബണ്ടൻസ് എന്ന് പറയുന്നത് എന്താ പറയുക,
നിങ്ങളുടെ അബണ്ടൻസിന് വേണ്ടിയിട്ട് ആ വ്യക്തി പ്രവർത്തിച്ചു. അത് ആ വ്യക്തി എന്ന് ആവണമെന്നില്ല, ആ വ്യക്തിയുടെ ഉള്ളിൽ ഏഞ്ചൽ കയറി പ്രവർത്തിക്കാനും ആയി എന്നുള്ളതും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് കൂടുതലും ആക്ഷൻ എടുക്കേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സംബന്ധിച്ച് എംപ്രസ് കാർഡാണ് കാണിക്കുന്നത്. അതായത് ഡിവൈനായിട്ട് കോൺട്രാക്റ്റ് ഒപ്പിട്ട് നിങ്ങളടുത്തോട്ട് വന്ന ഒരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പല ആൾക്കാർക്കും അതൊരു പാസ്റ്റ് ലൈഫായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പാസ്റ്റ് എന്നുള്ള നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇതേപോലത്തുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് അത് മറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ കൂടുതലും എന്താ പറയുക കാണിക്കുന്നത്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേയധികം കർമാസും ഒളിഞ്ഞിരിക്കുന്ന കുറേയധികം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടായി എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി കാണുന്നതെന്ന് വെച്ചുമ്പോഴത്തേക്കും ഫാമിലി ലവ് ബ്ലെസ്സിങ്സ് ആണ് കാണുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ വ്യക്തിയുടെ കൂടെ ഒരു ഫാമിലി വേണം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെ ഒരു കളർഫുള്ളായിട്ടുള്ള ലൈഫ് വേണം. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് ചരിത്രം വരെ നിങ്ങൾ കുറിച്ച് കാണും. അതായത് 5 മക്കൾ വേണം, അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു ലൈഫ് വേണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാണും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കാണും, ഒരുപാട് സ്വകാര്യം നിങ്ങൾ പറഞ്ഞു കാണും. നമുക്ക് അവിടെ ഒരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ സെറ്റിൽഡ് ആവണം, ഇന്ന ജോലി വേണം, നമുക്ക് 2 മക്കൾ വേണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കണം, മറ്റുള്ളവരെ പോലെ അല്ല, ഇന്ന ജോലി വേണം, മറ്റേത് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾക്കൊരു ഫാമിലി ആയിട്ട് ഒരുപാട് നല്ല രീതിക്ക് ജീവിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നൊരു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങൾ തന്നൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ വ്യക്തിയിൽ ലുക്കോ അല്ലെങ്കിൽ സൗന്ദര്യം അങ്ങനത്തുള്ള ഒരു സംഭവം നിങ്ങൾ നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ് ചെയ്ത ഒരു എനർജി, നിങ്ങൾ ഫീലിംഗ് ഹാപ്പിയായി. ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ഫീലിംഗ് ഹാപ്പിയായി. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്നുമുള്ള എല്ലാം നിങ്ങൾക്ക് അട്രാക്റ്റീവാണ്. ഈ വ്യക്തിയുടെ ചിരി, ഈ വ്യക്തിയുടെ ഡ്രസ്സിങ് രീതി, ഈ വ്യക്തിയുടെ ഫേസ്, ഈ വ്യക്തിയുടെ കണ്ണുകൾ, ഈ വ്യക്തിയുടെ എക്സ്പ്രഷൻസ്, ഈ വ്യക്തിയുടെ സംസാരം, ഇതെല്ലാം നിങ്ങളെ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം നിങ്ങൾ പലരും ചിന്തിച്ചു പോലും തുടങ്ങിയിട്ടുണ്ട്, എന്തായിരുന്നു ഈ വ്യക്തിയിൽ നിന്നും എനിക്കൊരു തലമുറ വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തിയിൽ നിന്നൊരു കുട്ടി വേണം, ഇത് വീട്ടിനടുത്ത് പറയണം, സംസാരിക്കണം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന, കളർഫുള്ളായിട്ട് ജീവിക്കണം, കളർഫുള്ളായിട്ട് ലൈഫ് മുന്നോട്ട് പോകണം, ഒരുപാട് കാലം ഇതേ കണക്ക് തന്നെ നിങ്ങളുടെ പ്രണയം നിലനിൽക്കണം, ഇതേ ഫീലിങ്സ് എനിക്ക് വേണം, ഈ വ്യക്തി ഇതുപോലെ എനിക്ക് വേണം എന്നാഗ്രഹിച്ച ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. പലരെ സംബന്ധിച്ച് ഈ വ്യക്തി ഇപ്പം നിങ്ങളുടെ ലൈഫിലുണ്ട്, പലരെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഫാമിലിയിൽ ഉൾപ്പെടുന്ന ആൾ തന്നെയാണ്. നിങ്ങൾക്ക് അത്രത്തോളം ജെനുവിലി നിങ്ങൾക്ക് എന്താ പറയുക ഫീൽ ചെയ്യാൻ പറ്റുന്ന, അത്രത്തോളം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഈ വ്യക്തിയുമായിട്ട് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഓക്കെ ആവും, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും എന്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ കംഫർട്ട് സോണാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് എല്ലാം പറയാൻ പറ്റുന്നുണ്ട്, എൻ്റെ സന്തോഷമായാലും എൻ്റെ ഹാപ്പിനെസ് ആയാലും എല്ലാം പറയാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിക്ക് എൻ്റെ അടുത്തൊരു ഈഗോയോ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു ഈഗോയോ, എൻ്റെ അടുത്തൊരു പൊസസീവ്നെസ്സോ, എൻ്റെ അടുത്തൊരു നെഗറ്റീവോ, എൻ്റെ അടുത്ത് വേറെ എന്താ പറയുക എക്സ്ട്രാ ആയിട്ടുള്ള മറ്റുള്ളവർ എന്നെ കാണാൻ ശ്രമിച്ച എന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ എങ്ങനെയാണോ ശ്രമിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് നിങ്ങളുടെ ഷാഡോ പോലെ നിന്ന് എന്നുള്ളത് തന്നെയാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ ആഗ്രഹിച്ചിരുന്നു ഈ വ്യക്തിയിൽ നിന്നും ഒരു ഫാമിലി വേണം, ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ലവ് വേണം, ഒരുപാട് ബ്ലെസ്സിങ്സ് വേണം. നിങ്ങൾ എന്താ പറയുക ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആവാനും തയ്യാറായിരുന്നു. അതായത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് മാറാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങൾക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുമ്പോൾ അത്രയും ഒരു എനർജിയാണ്, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള എനർജി, അത്രയും ഫീലിംഗ് ഹാപ്പി. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് മാനസികപരമായിട്ടുള്ള സന്തോഷം, ഒരു റീബെർത്താണ് അവിടെ തുടങ്ങുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരാൻ വേണ്ടി തുടങ്ങി. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാരും ഇടിച്ച് കയറാൻ തുടങ്ങി. അതായത് കരിയർ സംബന്ധമായിട്ട്, ജോലി സംബന്ധമായിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളിലോട്ട് അട്രാക്റ്റഡ് ആവാൻ തുടങ്ങി. അല്ല എന്താ പറയുക ഈ തേനിൽ ഈച്ച വന്ന് മൊച്ചും കണക്ക് നിങ്ങളടുത്ത് വന്ന് ആൾക്കാർ ഇത് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കാരണം ആ ഒരു എനർജി നിങ്ങളോട്ട് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എനർജി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത എന്തോ ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പലർക്കും തോന്നും. ആ സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരുപാട് പേര് അട്രാക്റ്റഡ് ആവാൻ തുടങ്ങും. അതായത്
നമ്മൾ ഡൗൺ ഫെയിലിയർ നിൽക്കുന്ന സമയത്ത് ആരും നമ്മളെ അടുത്തോട്ട് വരാൻ വേണ്ടി തയ്യാറാവത്തില്ല. പക്ഷേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത്, നമുക്കൊരു സക്സസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ ലൈഫിലോട്ട് മുത്താനും പിടിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് പേര് വരാൻ വേണ്ടി തുടങ്ങും. ഒരു ലൂപ്പ് തന്നെ അവിടെ ക്രിയേറ്റഡ് ആവും. അത് ഒരാൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിലോട്ട് അങ്ങനെ വരാൻ വേണ്ടി തുടങ്ങും. അപ്പം അങ്ങനത്തെ ഉള്ളൊരു ലൈഫ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതായത് അതായത് ഒരു 10 ദിവസം മാത്രമേ ഈ വ്യക്തി നിങ്ങളുടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തന്നു എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ചില ആൾക്കാർക്ക് ചെറിയൊരു ടൈം പീരീഡ് തന്നെയായിരിക്കും. ചില ആൾക്കാർക്ക് 10 ദിവസമായിരിക്കാം, ചിലർക്ക് 10 വർഷമായിരിക്കാം, ചിലർക്ക് 10 മാസമായിരിക്കാം. പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എല്ലാവരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, നിങ്ങളുടെ അടുത്തോട്ട് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ വ്യക്തിയുടെ എനർജി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ സമയം തൊട്ട് ഒരുപാട് പേര് നിങ്ങളെ നെഗറ്റീവും നിങ്ങളുടെ എന്താ പറയുക അവർ തന്നെ കുറ്റം പറയാനും തുടങ്ങി. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസും ഒരുപാട് സംബന്ധിച്ച് ഉണ്ട്. യെസ്, ഈ വ്യക്തി നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എയർ സൈൻ കാണാൻ പറ്റുന്നുണ്ട്. എയർ സൈൻ എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് ഓർമ്മയായിട്ട് മാറിയ സമയം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും റിട്ടേൺ ആയിട്ട് നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി, നിങ്ങൾക്കൊരു സ്ലീപ്ലെസ് നൈറ്റും ഈ വ്യക്തി തന്നിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് തടസ്സങ്ങൾ അവിടെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ കയറാൻ പോലും പറ്റാത്ത രീതിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആക്കിയിട്ടുമുണ്ട്. അതായത് ചില സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോള്, ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തന്ന സമയം തന്നെയാണ് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഉറക്കം തന്നെയാണ്, നിങ്ങളുടെ മനസ്സമാധാനം തന്നെയാണ് നഷ്ടപ്പെട്ടത്. തിരിച്ച് ഈ വ്യക്തിയുടെ അടുത്തോട്ട് എത്തണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വെറി ചെയ്തു. ഞാൻ ഈ വ്യക്തിയുടെ അടുത്തോട്ട് എങ്ങനെ എത്തണം, അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, എനിക്ക് കയറാൻ പറ്റാത്തതിന് മുകളിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അത് മേ ബി സോഷ്യൽ മീഡിയ ബ്ലോക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തി എന്താ പറയുക പോയ സമയത്ത് ആ എനർജിയും കൊണ്ടായിരിക്കണം പോയത്. നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ നെഗറ്റീവ് എല്ലാം എടുത്തുകൊണ്ടായിരിക്കണം ഈ വ്യക്തി പോയത്. അത്രത്തോളം നെഗറ്റീവിൽ ആയി എന്നുള്ളതായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു ഹീലിംഗ് ടൈമാണ്. നിങ്ങളുടെ നെഗറ്റീവും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രോബ്ലംസും എല്ലാം മാറി നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻ വരേണ്ട ഒരു ടൈമായിട്ടാണ്, ഡിവൈനായിട്ടാണ് ഈ സമയം കരുതി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് പേര് റിലേഷൻ, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനത്തുള്ള പ്രോബ്ലംസിലും എന്താ പറയുക സ്ട്രെസ്സിലും ഡിപ്രഷനിലും ഒക്കെ പോകുന്നുണ്ട്. ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ലോസിലും പോകുന്നൊരു സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഒരു എന്താ പറയുക ചിന്തകൾക്ക് പോലും ഞാൻ എന്ത് ചിന്തിക്കണം എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷൻ. പക്ഷേ കുറേ അധികം ആൾക്കാർ ഇപ്പോൾ കര കയറി എന്നുള്ളതായിരിക്കും കാണാൻ പറ്റുന്നത്. കാരണം ഒരു കൂട്ടിലിട്ട തത്തേനെ പെട്ടെന്ന് ഇറക്കി വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേർക്ക് ഈ ഒരു സമയം ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത്. കാരണം ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂവ് ഓൺ ആവാനും ലെറ്റ് ഗോ അടിക്കാനുള്ള ഒരുപാട് ടൈമായിട്ടാണ് ചില ആൾക്കാർ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നത് എന്താ പറയുക, ഈ യൂണിവേഴ്സലിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിലോട്ട് എത്താറുള്ളൂ. നിങ്ങൾക്ക് വേണ്ടാത്ത എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിലോട്ട് അത് അട്രാക്റ്റഡ് ആവത്തില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതായിരിക്കണം നിങ്ങൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ കാണുന്ന ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരുപാട് കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് മുറിവുകളേറ്റു. അത് നിങ്ങൾക്ക് മനസ്സിനേറ്റ മുറിവായിട്ട് കാണുന്നില്ല. നിങ്ങൾക്കത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള, നിങ്ങളുടെ എന്തൊക്കെയോ പഠിപ്പിച്ചിട്ട് പോയി, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ്. അതായത് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ ജെന്യുവിനായിട്ടുള്ള ക്യാരക്ടർ ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾ കണ്ടു എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാർക്ക് കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. അതായത് നിങ്ങൾ ഈ സിറ്റുവേഷൻ കരഞ്ഞ് തീർക്കണം, നിങ്ങൾ ഈ സിറ്റുവേഷൻ എരിഞ്ഞ് തീർക്കണം, നിങ്ങൾ ഈ സിറ്റുവേഷൻ ഡൗൺ ഫീലറായി വിഷമിച്ച് തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റ്, മേ ബി പാസ്റ്റിലുണ്ടായിരുന്ന തെറ്റായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എന്തെങ്കിലും പണ്ട് ദേഷ്യമായിട്ട് പെരുമാറിയാൽ മാത്രം മതിയാവും കർമ്മ അടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് അങ്ങനെയുണ്ട്. ചില ആൾക്കാർ കൊച്ചിലെടുത്ത ദേഷ്യപ്പെടുന്നതായിരിക്കണം, അങ്ങനത്തെ വല്ല കർമ്മകളായിരിക്കണം, അത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വ്യക്തി വന്നത് മൂലം നിങ്ങളുടെ സോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ മൊത്തം എൻഡാക്കി തന്നു എന്നുള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് ഒന്നും പ്രതീക്ഷിച്ചല്ല ഈ വ്യക്തി നിന്നിരുന്നത്.
നിങ്ങളിൽ നിന്നും ഫിനാൻസോ, നിങ്ങളിൽ നിന്നും കരിയർ അല്ല എന്താ പറയുക, ഫിസിക്കൽ പരമായിട്ടുള്ള സംഭവം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ച് വന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു, നിങ്ങളെ ചേഞ്ച് ആക്കണം, നിങ്ങളെ മാറ്റിയെടുക്കണം എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി ആ സമയത്ത് ജെന്യുവിനായിട്ട് നിന്നൊരു വ്യക്തിയായിട്ട് തന്നെയാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കാരണം ഏഞ്ചൽ കാർഡ് കാണിക്കുന്നുണ്ട്, ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉള്ള ഒരാളായിരിക്കണം, എടുത്തുചാട്ടം ഉള്ള ഒരാളായിരിക്കണം. നിങ്ങളുടെ അടുത്ത് വലിയ രീതിക്കുള്ള ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും കാണിച്ച് കാണത്തില്ല ഈ വ്യക്തി. കാരണം എന്ന് പറയുന്നത് അത്രത്തോളം ദേഷ്യവും അത്രത്തോളം എടുത്തുചാട്ടവും, നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യാതെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇമോഷണലി നിങ്ങളെ കണക്ഷനാണ്, ഇമോഷണലി നിങ്ങളുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങൾക്ക് അവിടെ സപ്പോർട്ടിന് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അവിടെ നിങ്ങൾക്ക് ഫിനാൻസോ, അവിടെ നിങ്ങൾക്ക് എനർജി ആണെങ്കിലും, അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിലും, നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഈ വ്യക്തിനെ നിങ്ങൾ സമീപിച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, മെജീഷ്യൻ കാർഡായിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളതായിട്ട് 100% ഉറപ്പാണ്. അതായത് ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒന്നും അല്ല പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പീക്ക് എൻഡ് എന്താണെന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻസ് എന്താണ്, നിങ്ങളെ കൊണ്ട് തരണം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ്, അത് തരണം ചെയ്യണം. കാരണം ഇത് ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഡിവൈനായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടു തന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ എത്രത്തോളം, നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തി പൊക്കി പറയത്തില്ല, നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തി മനസ്സിലാക്കത്തില്ല, നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഫുഡ് മേടിച്ച് തരത്തില്ല, പൈസ തരത്തില്ല, ഒന്നും ചെയ്യത്തില്ല. പക്ഷേ അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, നിങ്ങളുടെ ലൈഫിൽ അത് വേണ്ടതല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, ഇഷ്ടം കാര്യങ്ങൾ എല്ലാം. പക്ഷേ അതൊന്നും നിങ്ങൾ എന്താ പറയുക, ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും കിട്ടാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയമോ കാര്യങ്ങളൊന്നും വീട്ടിൽ നിന്ന് കിട്ടാൻ പാടാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട സാധനം വേണ്ട സമയത്ത് ഈ വ്യക്തി തന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ഈവൻ പ്രശ്നങ്ങളാണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും നിങ്ങളുടെ മെൻ്റൽ സപ്പോർട്ടാണെന്നുണ്ടെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ കാർമിക്ക് മാറ്റി തന്നലാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സിലാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് തന്ന പ്രശംസയാണെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ റിവാർഡാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അംഗീകരിക്കുന്ന സിറ്റുവേഷനിലായാലും ഒരുപാട് പേര് നിങ്ങളെ കളിയാക്കിയിട്ടും പ്രശ്നം പറഞ്ഞും കുറ്റം പറഞ്ഞിട്ടും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ സമാധാനപ്പെടുത്തിയിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. എന്താ പറയുക, നിങ്ങളെ പുതിയൊരു ഡ്രീം കാണാൻ പഠിപ്പിച്ചു, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആഗ്രഹങ്ങളെല്ലാം ഈ വ്യക്തി സാധിച്ചു തന്നു എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. ഈ വ്യക്തി കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇപ്പോൾ മൂവ് ഓൺ ആയി പോകാനും, അല്ലെന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ അടിച്ചു പോകാനുമുള്ള ഒരുപാട് ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഈ വ്യക്തിയുടെ അടുത്ത ലൈഫ് പ്രിപ്പയർ ആയി എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ച്. മെജീഷ്യൻ തന്നെയാണ്, അതായത് നമ്മൾ വിചാരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എനർജിയോ അല്ല, അത് ഡിവൈനായിട്ട് ഈ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടു തരുന്നതാണ്. ഇമോഷണലായിട്ട് ഈ വ്യക്തി നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടും കണക്ഷനിലാണ് എന്നുള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണമെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. മേ ബി ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം വന്ന് നിങ്ങൾക്ക് ഈ വ്യക്തി ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഈ വ്യക്തിയിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവും. നിങ്ങൾക്ക് അവിടെ ഒരു പുതിയ ലോകം കിട്ടിയ ഫീലായിരിക്കും. അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് സോൾ കണക്ഷനാണ്, അതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് അതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പകർന്നു തരുക എന്ന് പറയും. പകർന്നു തരുക എന്ന് പറയുന്നത് ഓക്കെ, നിങ്ങളുടെ ലൈഫിലോട്ടൊരു ബാലൻസ്ഡ് സിറ്റുവേഷൻ കൊണ്ടു തരുക, കോംപ്രമൈസ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ സേഫ് സോണിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും എനർജി ഒട്ടും കളയാതെ, നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ഒന്നും ചെയ്യാതെ വിഷമിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും തകർത്ത് എന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനത്തുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് പ്രത്യക്ഷപ്പെടും. അവരുടെ എനർജി നിങ്ങളിലോട്ട് പാസ്സാക്കാൻ വേണ്ടി തുടങ്ങും. ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇമോഷൻസ്, എന്താ പറയുക, നിങ്ങളുടെ ഫിസിക്ക്, ഇതെല്ലാം നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊരു സ്റ്റക്ക് സിറ്റുവേഷനാണ്. നേരെ പോകുന്ന നദി 2 വഴി ഇങ്ങോട്ട് കിടക്കുകയാണ്. ആ നദിയാണെന്നുണ്ടെങ്കിൽ 2 വഴിയും പോകാൻ വേണ്ടി തുടങ്ങും. പക്ഷേ
ഒരുപാട് അബണ്ടൻസ് വേണം എന്നുണ്ടെന്നുള്ള അല്ലെങ്കിൽ ഒരുപാട് വെള്ളം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒറ്റ വഴിയെ പോയി കഴിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതൊരു കടലായിട്ട് മാറത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ ചാൻസ് ഉള്ളൂ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തി നിങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത് ഒരുപാട് എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ലെസൺ ചെയ്യിപ്പിക്കാനും നിങ്ങൾക്കൊരു സെൽഫ് കൺട്രോൾ വരാൻ വേണ്ടിയിട്ടും ഒരു മോഡറേറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ഡിവൈനായിട്ട് ഒരു മെൻറ്ററായിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തിച്ചു എന്നുള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങൾക്കിപ്പം എന്ത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസോ എന്ത് പ്രശ്നങ്ങളോ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി അതായി നിങ്ങൾക്ക് പ്രവർത്തിച്ചു എന്നുള്ളതായിട്ടാണ് ഈ സമയത്ത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഓക്കെ, ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറേയധികം ആൾക്കാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്താ പറയുക, ഈ വ്യക്തിയിൽ നിന്നും എനിക്കൊരു മെസ്സേജ് വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ന്യൂസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അതിനെ പറ്റിയൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ വ്യക്തി നിങ്ങൾക്കൊരു മെസ്സേജുമായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഈ പറയുന്ന എനർജിയൊക്കെ ആ വ്യക്തിയുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ നിങ്ങളുടെ ലൈഫിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കണം, അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതായിരിക്കണം, എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി മൂലം ഉടനെ നടക്കാൻ പോകുന്നു എന്നുള്ളതായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. അപ്പം ഈ വ്യക്തിയെ നിങ്ങൾ എന്തിന് ജീവിതത്തിൽ കണ്ടുമുട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ലക്ക്, നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ചേഞ്ചസിന് വേണ്ടിയിട്ട്, നിങ്ങൾ ട്രാൻസ്ഫർമേഷൻ ആവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്ന് നിങ്ങളെ ഡൗൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതം എന്താണെന്നും ലൂപ്പ് എന്താണെന്നും ലൈഫ് എന്താണെന്നും ലൈഫിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നും നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണെന്നും മൂഡ് സ്വിങ്സ് ക്യാരക്ടർ എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവ രീതി എന്താണെന്നും നിങ്ങൾ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകണ്ടേ. അതിനൊറ്റയ്ക്കിരുന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജീവിതം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരാൾക്ക് മാത്രം ഇരുന്നുകൊണ്ട് പറ്റത്തില്ല. അതിന് പല വ്യക്തികളും ലൈഫിൽ വന്ന് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രസ് മാത്രമായിട്ടാണ് ഉണ്ടായത്. പക്ഷേ നിങ്ങളത് റിയലൈസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി അവിടെ വന്നേനെ എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾക്കിപ്പം ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിപ്പം ചിന്തിക്കുന്ന സമയത്ത് എന്താ പറയുക, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരുപാട് ടൈം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ടൈം നിങ്ങളുടെ ലൈഫിൽ എത്തുന്ന സമയത്ത്, ഒരുപാട് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എന്താ പറയുക, കാലചക്രം ജസ്റ്റ് ഒന്ന് മാറിക്കറങ്ങിയാൽ മാത്രം മതിയാവും. ഒരുപാട് ടൈം കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. കാലചക്രം മാറിക്കറങ്ങി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൊസിഷൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈഫ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കരിയർ എല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൊസിഷൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർ എല്ലാം വന്ന് കഴിഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫീലിംഗ് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ലക്ഷ്വറി ആയിട്ട് തോന്നും. ഇപ്പം നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ്, ഇപ്പം നിങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, ഇപ്പം നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഡിപ്രഷൻ, കാര്യങ്ങൾ, നെഗറ്റീവ് എല്ലാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. ആ സമയത്ത് നിങ്ങളെപ്പോലത്തുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തുള്ള എന്താ പറയുക, കൊച്ചുമക്കളായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളായിരിക്കണം, ഇവരെയൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും അത് സംസാരിക്കത്തോ പറയോ ഒന്നുമില്ല, പക്ഷേ നിങ്ങൾക്കത് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ പറയുന്ന എന്താ പറയുക, യൂണിവേഴ്സലിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സലിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് അത് തന്നെയായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അപ്പം എന്താ പറയുക, ആ ടൈം വരുന്ന സമയത്ത് എന്താ പറയുക, ഓർമ്മകൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്ര രൂപ കൊടുത്താലും വാങ്ങാനും അല്ലെങ്കിൽ എത്ര രൂപ കൊടുത്താലും എടുത്ത് കളയാനും പറ്റാത്ത ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് അധികമുണ്ട്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും കിട്ടിയതാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാടുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഈ പറയുന്ന എന്താ പറയുക, നാച്ചുറലിൻ്റോടും അതുപോലെ തന്നെ യൂണിവേഴ്സലിൻ്റോടും പൂക്കളോടും കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ചിന്തിച്ചെടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു ഡ്രീമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും വില കൊടുത്താൽ കിട്ടാത്ത കുറേയധികം ഓപ്പർച്യൂണിറ്റി, കുറേയധികം പ്രാക്ടിക്കലായിട്ടുള്ള തിങ്കിങ് നിങ്ങൾക്ക് ആ സമയം വരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിൽ
നിങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഫീൽ ഗുഡ് തരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, ആ ഒരു മായിക ലോകത്തിൽ നിങ്ങളിതൊക്കെ ഈ ഡിപ്രഷനും കാര്യങ്ങളും ഈ സിറ്റുവേഷൻസും നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഹാപ്പിനെസ് ആയിട്ട് തോന്നും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സലായിട്ട് തന്നെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുതരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ ഒരു പൂവായാൽ പോലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയോട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.